വെൽക്കം ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ട്രേഡേഴ്സിനിടയിലുള്ള പ്രധാനപ്പെട്ട 5 അന്ധവിശ്വാസങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് സാധാരണ കാണാറുള്ളത് നമ്മുടെ ബിഗിനേഴ്സിന്റെ ഇടയിലാണ്. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും ട്രേഡിംഗ് തുടങ്ങുന്ന സമയത്ത് ഇതിലുള്ള പല അന്ധവിശ്വാസങ്ങളിലും വിശ്വസിച്ചിരുന്ന ഒരാളാണ്. അത് കാരണം കുറേ പണി കിട്ടിയിട്ടുണ്ട്, കുറേയൊക്കെ തമാശ ഉണ്ട്, അതൊക്കെ നമുക്ക് വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതിൽ ഏറ്റവും ഫസ്റ്റത്തേന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് തുടങ്ങാൻ കുറേ പൈസയുടെ ആവശ്യം ഉണ്ടെന്നാണ് പല ആൾക്കാരുടെയും വിചാരം. പക്ഷേ സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നല്ല. പല ആൾക്കാരും ഈ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഈ ഒരു അന്ധവിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ വലിയ ക്യാപിറ്റലായിട്ടാണ് ട്രേഡിങ്ങിലേക്ക് വരുന്നത്. 50,000, 1,00,000, 2,00,000 ഒക്കെ വെച്ചിട്ട് അത്രയ്ക്കൊന്നും വെച്ച് നമ്മൾ ട്രേഡിങ് ഒരിക്കലും തുടങ്ങാൻ പാടില്ല. നിങ്ങൾക്ക് ട്രേഡിങ് തുടങ്ങണമെങ്കിൽ വെറും 1,000 രൂപ മതി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ 1000 രൂപ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു കൺസിസ്റ്റന്റ് പ്രോഫിറ്റബിൾ ട്രേഡർ ആവാന്നുള്ളത്. അപ്പോൾ വെറും 1000 രൂപ കൊണ്ടാണ് നമുക്ക് ട്രേഡിങ് തുടങ്ങാം. അല്ലാതെ ഇത്രയും വലിയ ക്യാപിറ്റൽ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ആദ്യം ട്രേഡിങ്ങിൽ കുറേ കാര്യങ്ങൾ പഠിക്കാണ്ട്, കുറേ ഇമോഷൻസ് റെഡിയാക്കാണ്ട് എന്നിട്ടൊക്കെയാണ് നമുക്ക് വലിയ ക്യാപിറ്റൽ കൊണ്ട് ട്രേഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ വെറുതെ നിങ്ങൾ വലിയ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ട് കളയണ ഒരു അവസ്ഥയാവും. അപ്പൊ ഇത് മേജർ ആയിട്ടുള്ള ഒരു അന്ധവിശ്വാസമാണ് പല ആൾക്കാരുടെ ഇടയിലും. എന്നാൽ അങ്ങനെയൊന്നുമില്ല. വെറും 1000 രൂപ കൊണ്ടും നിങ്ങൾക്ക് ട്രേഡിങ് തുടങ്ങാവുന്നതാണ്. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് കുറേ ട്രേഡ് ചെയ്താൽ കുറേ പ്രോഫിറ്റ് ഉണ്ടാക്കാന്നാണ് പല ആൾക്കാരും വിചാരം. ഇത് സത്യത്തിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിലും എനിക്ക് അനുഭവമുള്ളതാണ്. കാരണം ഞാൻ ഏറ്റവും ഫസ്റ്റ് ദിവസം നമ്മുടെ മാർക്കറ്റിലേക്ക് വന്ന് ട്രേഡിങ് തുടങ്ങിയപ്പോൾ 13 ട്രേഡാണ് ഞാൻ എടുത്തത്. 13 ട്രേഡ്. ആ 13 ട്രേഡ് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം ഒരു 10-15 രൂപ എത്രയാണ് പ്രോഫിറ്റ് കിട്ടിയത് കേട്ടോ. എന്നിട്ട് ഞാൻ ഇത് അടിപൊളിയാലോ, പരിപാടി സിമ്പിളാലോ എന്നൊക്കെ വിചാരിച്ചു. പിറ്റേ ദിവസം നമ്മുടെ കോൺട്രാക്ട് നോട്ട് വന്നു. അപ്സ്റ്റോക്സിലായിരുന്നു അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോൺട്രാക്ട് നോട്ട് വന്നപ്പോൾ 13 രൂപ കിട്ടിയ പ്രോഫിറ്റും പോയി, അത് മൈനസ് 26 രൂപയും ബ്രോക്കറേജ് എല്ലാം കൂട്ടിയിട്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഈ പരിപാടി ഇങ്ങനെയല്ല, കുറെ പൈസ കുറെ ട്രേഡ് ചെയ്താൽ പോകുന്നുള്ളത്. പിന്നെ നമ്മൾ ട്രേഡിന്റെ എണ്ണം കുറച്ച് കൊണ്ടുവന്നു. ഇപ്പൊ നമ്മൾ ഏകദേശം 1-2 ട്രേഡൊക്കെ ആ ഒരു രീതിയിലേക്ക് വന്നു. ഇപ്പോഴൊക്കെ ആഴ്ചയിലാണ് ട്രേഡ് എടുക്കണം, ഓപ്ഷൻ സെല്ലിങ്ങും അതൊക്കെ ആയിട്ട്. പിന്നെ ഇപ്പൊ ഇൻട്രാഡേ തുടങ്ങിയ കാരണം നമ്മൾ ഒരു ട്രേഡൊക്കെ വെച്ചിട്ട് ദിവസത്തിലാക്കി. അപ്പൊ പല ആൾക്കാരും ഒരു വിചാരമാണ് കൂടുതൽ ട്രേഡ് ചെയ്താൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ പോയ ലോസ് തിരിച്ചു പിടിക്കാന്നൊക്കെ ഉള്ളത്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ കൂടുതൽ ട്രേഡ് ചെയ്താൽ നിങ്ങളുടെ ബ്രോക്കർ കുറെ പൈസ ഉണ്ടാക്കും, ഗവൺമെന്റ് കുറെ ടാക്സ് കിട്ടും എന്നല്ലാതെ നിങ്ങൾക്ക് വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പൈസ പോകാനും ചാൻസ് ഉണ്ട് കുറെ ഓവർ ട്രേഡ് ചെയ്താൽ. അപ്പൊ എപ്പോഴും നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ 1-2 ട്രേഡ് ചെയ്യുക ഒരു ദിവസം. അതിൽ കൂടുതൽ ഓവർ ട്രേഡ് ചെയ്യാതിരിക്കുക. അത് നമ്മളെ സൈക്കോളജിക്കലായിട്ടും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. കുറെ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ എക്സോസ്റ്റഡ് ആവും, മെന്റലി കുറെ എന്താ പറയുക ഇമോഷൻസ് കുറെ പ്ലേ ചെയ്യണ കാരണം നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ബിഗിനേഴ്സിന് സത്യത്തിൽ അറിയാൻ പറ്റും. നമ്മളൊരു ട്രേഡിൽ കയറി കഴിഞ്ഞാൽ കുറേ ഇമോഷൻസും അതേപോലെ ബ്രെയിനിൽ പൊട്ടിത്തെറി ഡ്രഗ് അടിച്ച മാതിരിയാണ് നമ്മുടെ അവസ്ഥ. അതൊക്കെ എനിക്കറിയാം, ഞാനും ഈ ഒരു സ്റ്റേജൊക്കെ കടന്നു വന്ന കാരണം. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമ്മൾ കുറേ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവും, ഈ ഒരു ഇമോഷൻസിലൂടെ എല്ലാം കടന്നു പോയിട്ട്. അപ്പോൾ മാക്സിമം 1-2 ട്രേഡ് ചെയ്യുക ഒരു ദിവസം. അല്ലാതെ കുറേ ട്രേഡ് ചെയ്താൽ കുറേ പ്രോഫിറ്റ് ഒന്നും കിട്ടില്ല. അതൊക്കെ വെറും അന്ധവിശ്വാസമാണ്. പിന്നെ മൂന്നാമത്തെ ഒരു അന്ധവിശ്വാസമാണ് ലെവറേജ് എടുത്ത കുറേ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. ഇത് സത്യത്തിൽ നമ്മുടെ മാർക്കറ്റിൽ സെബി കുറെ മുന്നേ തന്നെ ഒരു റൂള് കൊണ്ടുവന്ന കാരണം കുറെ പേര് രക്ഷപ്പെട്ടുണ്ട്. ഞാനൊക്കെ ട്രേഡിങ് തുടങ്ങിയ സമയത്ത് ബ്രോക്കേഴ്സ് ഒക്കെ 20x 50x ഒക്കെ ആയിരുന്നു ഇത് കൊടുത്തിരുന്നത്, ലെവറേജ് കൊടുത്തിരുന്നത്. അപ്പൊ ആ ടൈമിലൊക്കെ കുറെ ആൾക്കാർ കുറെ അബദ്ധം കാണിച്ചിട്ടുണ്ട്. കാരണം ഇവര് ചെറിയ ക്യാപിറ്റലായിട്ട് വരും, ലെവറേജ് എടുക്കും, ട്രേഡ് ചെയ്യും, കുറെ പ്രോഫിറ്റ് കിട്ടുമല്ലോ. നഷ്ടം വരുന്നതിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. പ്രോഫിറ്റ് കിട്ടി, ഇത്രയും പ്രോഫിറ്റ് കിട്ടില്ലോ എന്നാണ് ചിന്തിക്കണേ. പക്ഷെ ഒറ്റ നഷ്ടം മതി, ഉള്ള ക്യാപിറ്റൽ അതുവരെ കൊണ്ടുവന്ന ക്യാപിറ്റൽ മൊത്തം പോകും. ക്യാപിറ്റൽ പോയി കഴിഞ്ഞാൽ പിന്നെ ലെവറേജ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ലെവറേജ് എടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചിട്ട് എടുക്കുക. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഈ പറഞ്ഞ മാതിരി ലെവറേജിന്റെ പിന്നാലെ ഒന്നും പോകേണ്ട ഒരു ആവശ്യമില്ല. ആദ്യം നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ട്രേഡിംഗ് സെറ്റപ്പ്, നിങ്ങളുടെ എക്സിക്യൂഷൻ, കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ഇപ്പൊ നമ്മുടെ എന്താ പറയാ ലെവറേജ് 5x ആക്കിയ കാരണം കുറെയൊക്കെ ഈ പറഞ്ഞ മാതിരി ആൾക്കാർ ഈ ലെവറേജിന്റെ പ്രശ്നത്തിൽ പെടുന്നില്ല. അല്ലെങ്കിലൊക്കെ കുറെ ആൾക്കാർ പൈസ കളഞ്ഞിട്ടുണ്ട്. 5x ആയാലും അതെ, കുറെ പേര് ഇപ്പോഴും ചെറിയ എമൗണ്ട് കൊണ്ടുവന്നിട്ട് ഈ ലെവറേജിന്റെ യൂസ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ഒരു ട്രേഡിംഗ് സെറ്റപ്പും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എക്സിക്യൂഷൻ ചെയ്യാനും പ്രോഫിറ്റ് എടുക്കാനൊക്കെ പഠിക്കുക.
എന്നിട്ട് മാത്രം വലിയ പൊസിഷൻ സൈസിങ്ങും ഈ സംഭവമൊക്കെ ലെവറേജ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. നാലാമത്തെ ഒരു അന്ധവിശ്വാസമാണ് സ്റ്റോപ്പ് ലോസ് ഒന്നും ഒരു ആവശ്യമില്ലാത്ത സാധനമാണ്, അതെല്ലാം വേസ്റ്റ് ഓഫ് മണിയാണ്, അതൊക്കെ ഹണ്ട് ചെയ്ത് പോകും, നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒന്നും വെക്കാണ്ട് ട്രേഡ് ചെയ്താൽ മതി എന്നുള്ളത്. അതും ഈ പറഞ്ഞ മാതിരി ബിഗിനേഴ്സിന്റെ ഇടയിലുള്ള ഒരു സംഭവമാണ്. ഞാനും പേഴ്സണലി എൻ്റെ അനുഭവത്തിൽ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാനും അതെ സ്റ്റോപ്പ് ലോസ് വെക്കാതെ ഈ പറഞ്ഞ മാതിരി ഇൻട്രാഡേയിൽ സ്റ്റോക്കിൽ ചെയ്യുമ്പോൾ വെച്ചിരുന്നു. പക്ഷെ ഓപ്ഷൻസിക്കൊക്കെ എത്തിയപ്പോൾ എനിക്കത് തോന്നിയില്ല. ഓപ്ഷൻ സെല്ലിങ്ങിൽ സ്റ്റോപ്പ് ലോസ് ഒരിക്കലും പോസിബിൾ ആയിട്ട് എനിക്ക് ആദ്യത്തെ ടൈമിൽ തോന്നിയിരുന്നില്ല. അപ്പം ഞാനത് വെക്കാണ്ടായിരുന്നു ട്രേഡ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ മാതിരി നമ്മൾ കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കും. ഓപ്ഷൻ സെല്ലിങ്ങിന്റെ സംഭവം എല്ലാവർക്കും അറിയാലോ, ലിമിറ്റഡ് പ്രോഫിറ്റും അൺലിമിറ്റഡ് റിസ്ക്കും ആണ്. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് നമ്മൾ ഇങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കി പോവും. ഏതെങ്കിലും ഒരു ടൈമിൽ ഒറ്റയടിക്ക് എല്ലാം പോണ അവസ്ഥ വരും, പിന്നെയും നമ്മൾ ഉണ്ടാക്കും പോവും. അപ്പോൾ എനിക്ക് മനസ്സിലായി സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് വെറുതെ ചില്ലറ കാര്യമല്ല. നമ്മൾ സ്റ്റോക്കിൽ വെച്ച പോലെ ഓപ്ഷനിലും എങ്ങനെയെങ്കിലും വെക്കണം. നമുക്ക് ഫിഗേഴ്സിൽ വെക്കാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് സ്റ്റോപ്പ് ലോസ് വെച്ചില്ലെങ്കിൽ നമ്മളിതൊരു അർത്ഥമില്ലാതെ നമ്മൾ കുറേ വെറുതെ ട്രേഡ് ചെയ്യും, ഒറ്റയടിക്ക് എല്ലാം പോണ അവസ്ഥയ്ക്ക് എത്തുമെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ഓപ്ഷൻസിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് തുടങ്ങി. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രേഡിങ്ങിലെ ഏറ്റവും എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ടാർഗറ്റ് വെച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കാതെ ഇരിക്കരുത്. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാടാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. ഈ ഒരു സംഭവം നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ആണ് ഏറ്റവും ആദ്യം നിങ്ങൾ ട്രേഡിൽ എൻട്രി ചെയ്യുമ്പോൾ വെക്കേണ്ടത്, അല്ലാതെ ടാർഗറ്റ് അല്ല. കാരണം നമ്മൾ കൊണ്ടുവരുന്ന പൈസ ആദ്യം ഫുള്ളായിട്ട് കളയാതെ നോക്കുക. നമ്മുടെ പൈസേനെയാണ് ആദ്യം നമ്മളിവിടെ സേഫ് ആക്കേണ്ടത്, എന്നിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാം. അതാണ് ട്രേഡിങ്ങിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൂള്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് എല്ലാവരും വെക്കുക. അത് ഹണ്ട് ചെയ്ത് പോകുന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട്. ഹണ്ടിങ് ഒക്കെ നടക്കുന്നത് നമ്മുടെ എൻട്രി കറക്റ്റ് അല്ലാതാവുമ്പോഴാണ്. അല്ലാതെ ഹണ്ടിങ്ങും തേങ്ങയും മാങ്ങിയൊന്നും എളുപ്പത്തിൽ നടക്കുന്ന ഒരു സംഭവമല്ല. വലിയ ലിക്വിഡിറ്റി അതൊക്കെ ഉള്ള സ്റ്റോക്കിലൊന്നും ഹണ്ടിങ് നടക്കില്ല. അതൊക്കെ നമ്മൾ യൂട്യൂബേഴ്സ് കുറെ പേര് വ്യൂസിന് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ എൻട്രി നമ്മൾ കുറെയൊക്കെ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുറെയൊക്കെ ഈ പറഞ്ഞ മാതിരി സ്റ്റോപ്പ് ലോസ് അടിക്കലൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും സ്റ്റോപ്പ് ലോസ് വെക്കുക. ടാർഗറ്റ് വെച്ചില്ലെങ്കിലും സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യുക. അല്ലാതെ ഈ ഒരു അന്ധവിശ്വാസമൊക്കെ വിശ്വസിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പോയാൽ ഉള്ള പൈസ പോവും. ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി അഞ്ചാമത്തെയും ഏറ്റവും അവസാനത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അന്ധവിശ്വാസമാണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു പൈസ എന്നുള്ളത്. ഇത് സത്യത്തിൽ ആൾക്കാർ വിശ്വസിക്കുന്നതല്ല. ഇതൊക്കെ കുറേയൊക്കെ നമ്മൾ ഈ കോഴ്സ് വിൽക്കണവരും ഇൻസ്റ്റയിൽ കുറേ റീലും പരിപാടിയൊക്കെ ഇടുന്ന ആൾക്കാർ അവരുടെ വീഡിയോസ് ഇട്ടിട്ട് ആൾക്കാരെ എന്താ പറയാ വിശ്വസിച്ച് പോകുന്ന ഒരു പരിപാടിയാണ്. അവര് പറയും ഇന്ന് എനിക്കൊരു ഷൂ മേടിക്കാണ്ട്, അപ്പൊ ഞാൻ രാവിലെ തന്നെ ഒരു ട്രേഡ് എടുത്തു, എനിക്ക് ഷൂ മേടിക്കാനുള്ള പൈസ കിട്ടി, അല്ലെ മന്തി കഴിക്കാനുള്ള പൈസ കിട്ടി, അത് വെച്ച് ഞാൻ മന്തി കഴിച്ചു, ഷൂ മേടിച്ചു, വാച്ച് മേടിച്ചു എന്നൊക്കെ ഉള്ളത്. ഈ പരിപാടി അല്ല ട്രേഡിങ്. അത് അവർ ചിലപ്പോൾ വ്യൂസ് കിട്ടാനോ അല്ലെങ്കിൽ അത് ഒറിജിനൽ ട്രേഡ് ആണോ എന്ന് പോലും അറിയില്ല. അവർ ഈ കോഴ്സ് വിൽക്കാനോ അതിനൊക്കെ വേണ്ടി ചെയ്യണ പരിപാടിയാണ്. പക്ഷെ ഇത് കണ്ടിട്ട് പല ആൾക്കാരും വിചാരം ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി പരിപാടിയാണ്, ജസ്റ്റ് ബൈ അടിക്കുക, സെല്ലടിക്കുക, പൈസ കിട്ടി, അത്രേ ഉള്ളൂ എന്നാണ്. പക്ഷെ ട്രേഡിങ്ങിന്റെ റിയാലിറ്റി അതൊന്നല്ല. നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ചൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കും. അത് സാധാരണ നമ്മൾ മാർക്കറ്റ് പുതിയ വരുന്ന ആൾക്കാർക്ക് ജസ്റ്റ് പൈസ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ മൊത്തം അടിച്ച് മാറുന്ന ഒരു പരിപാടിയില്ലേ, അതിന് വേണ്ടി ചെയ്യണ ഒരു പരിപാടി, അല്ലാതെ വേറെ ഒന്നല്ല. അപ്പോൾ കുറച്ച് ലാഭം നിങ്ങൾക്ക് ആദ്യം ഇട്ട് തരും, അത് കഴിഞ്ഞ് മൊത്തം ആയിട്ട് മാർക്കറ്റ് എടുക്കും. അപ്പോൾ കുറേ പേരൊക്കെ ഇവിടുന്ന് ഔട്ടായി പോകും. അപ്പോൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കഷ്ടപ്പെടണം. നമ്മൾ ഈ പറഞ്ഞ മാതിരി കുറേ അനലൈസും കുറേ കാര്യങ്ങൾ പഠിക്കണം, കുറേ എക്സിക്യൂഷനിൽ കുറേ ബെറ്റർ ആവാനിരിക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ സൈക്കോളജി, മൈൻഡ് സെറ്റ് എല്ലാം സെറ്റ് ആക്കണം. ഇതെല്ലാം സെറ്റാക്കി എടുക്കാൻ ടൈം എടുക്കും. പല ആൾക്കാർക്കും പല ടൈം ഫ്രെയിം ആവും. ചില ആൾക്കാർക്ക് 6 months കൊണ്ട് ചിലപ്പോൾ ഇതെല്ലാം സെറ്റ് ആവും, ചില ആൾക്കാർക്ക് 1 year എടുക്കും, ചില ആൾക്കാർക്ക് 3, 4 അങ്ങനെ വർഷങ്ങൾ എടുക്കുന്ന ആൾക്കാരുണ്ട്. അതെല്ലാം അവരെ ഓരോരുത്തരുടെയും ലേണിംഗ് കർവ്, അവർ യൂസ് ചെയ്യുന്ന ട്രേഡിംഗ് മെത്തേഡ് അതെല്ലാം യൂസ് ചെയ്തിരിക്കും. അല്ലാതെ ഈ സംഭവം തന്നെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ 6 months കൊണ്ട് പ്രോഫിറ്റബിൾ ആയി എന്ന് പറഞ്ഞാൽ പോലും മാർക്കറ്റ് ചേഞ്ച് ചെയ്യുന്ന ഒരു സംഭവമാണ്. മാർക്കറ്റിന്റെ സ്വഭാവവും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരു കൊല്ലം ട്രേഡ് ചെയ്ത മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ അടുത്ത കൊല്ലം ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഇതിനെ അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ അങ്ങനെ നമ്മൾ സ്റ്റിൽ എപ്പോഴും ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക ഏരിയയാണ് ട്രേഡിങ്. അല്ലാതെ ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ല. ഈസി പൈസ ഏറ്റവും ഹാർഡസ്റ്റ് വേയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ട്രേഡിങ്. അല്ലാതെ ഈസി മണി അല്ല ട്രേഡിങ്. അതെല്ലാവരും മനസ്സിലാക്കുക. പല ആൾക്കാരും ഈ പറഞ്ഞ മാതിരി പല ആൾക്കാരുടെ സ്വന്തം എന്താ പറയാ പൈസ ഉണ്ടാക്കാൻ അതിനൊക്കെ വേണ്ടി കുറെ വീഡിയോസ് അതൊക്കെ പടച്ചു വിടും.
അതെല്ലാം കണ്ടിട്ട് ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് ഇതിലേക്ക് വരും. പക്ഷെ ആ തെറ്റിദ്ധാരണ എല്ലാം ഇവിടെ വരുമ്പോൾ പല ആൾക്കാർക്കും മാറി കിട്ടും. അത്ര ഈസി ആയിട്ടുള്ള പരിപാടിയല്ല, അത് മനസ്സിലാക്കുക. പിന്നെ കുറെ പേരൊക്കെ ഫസ്റ്റ് തന്നെ വന്ന് ഓപ്ഷനിലോ അതിലൊക്കെ ചെന്ന് പെടാറുണ്ട്. ഓപ്ഷൻസിൻ്റെ ഒന്നും ബിഗിനേഴ്സ് ചെല്ലരുത്. അതൊക്കെ നമ്മളെ ബിഗിനേഴ്സിന്റെ കയ്യിൽ നിൽക്കണ പരിപാടിയല്ല. ആദ്യം നിങ്ങൾ സ്റ്റോക്കിലൊക്കെ ട്രേഡ് ചെയ്ത് പഠിക്കുക, എന്നിട്ട് നമുക്ക് ഓപ്ഷൻസിലേക്കൊക്കെ പോവാം. എൻ്റെ വോളറ്റാലിറ്റി ഒന്നും പല ആൾക്കാർക്കും താങ്ങാൻ പറ്റില്ല. വെറുതെ പൈസ കൊണ്ടു കളയും. പിന്നെ പൈസ പോയി കഴിഞ്ഞാൽ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി കട എടുത്തിട്ടും അതൊക്കെ കൊണ്ടുവന്നിട്ട് വീണ്ടും പൈസ കളയണ അവസ്ഥയാണ് ബിഗിനേഴ്സിന്റെ. അതുകൊണ്ടൊക്കെ തന്നെയാണ് 95% പേര് ഇവിടെ പൈസ നഷ്ടപ്പെടുത്തുന്നത്. കാരണം പ്രോപ്പറായിട്ട് അവർക്കൊരു ഐഡിയ ഇല്ല, അല്ലെങ്കിൽ എന്ത് പഠിക്കണം അതില്ലാത്തതുകൊണ്ടാണ് 95% പേരും പൈസ നഷ്ടപ്പെട്ട് ഇവിടുന്ന് പോണത്. അവരുടെ തിങ്കിങ്, മാർക്കറ്റിക്ക് വരുന്ന തിങ്കിങ് ഒരിക്കലും കറക്റ്റ് ആയിട്ടുള്ളതല്ല. അത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുറെ വീഡിയോസ് ഇടുന്ന ആൾക്കാരെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അത് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയില് ഈ അന്ധവിശ്വാസങ്ങളൊക്കെ വിശ്വസിച്ച് എനിക്ക് കിട്ടിയ പണിയാണ് ഞാൻ പറഞ്ഞത്. ഇനി വേറെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പണി ഇതുപോലത്തുള്ള വിശ്വാസങ്ങൾ വിശ്വസിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരും കമന്റ് ചെയ്യുക. അപ്പൊ ഇപ്പോഴുള്ള ബിഗിനേഴ്സിനും ഇനി വരാൻ പോണവർക്കൊക്കെ അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ ട്രേഡിങ്ങിലേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ട്രേഡിങ് വരാൻ പോകുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആവും. നമുക്ക് കിട്ടിയ പണി അവർക്ക് കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ കൂടുതൽ ട്രേഡിംഗ്, ഇൻവെസ്റ്റിംഗ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.